ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടൊരു സമയം വീണ്ടും ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തുതിക്കുന്നു. പാകിസ്ഥാൻ്റെ ബോർഡറിൽ നിന്നും ഗുരുദാസ്പൂരിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ദൈവസാന്നിധ്യത്തിൻ കീഴിൽ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ട കുറച്ച് വചനഭാഗങ്ങളിൽ നിന്നും നമുക്കെല്ലാം സുപരിചിതമായ വചനഭാഗമാണല്ലോ, എന്നാൽ അതിൽ നിന്നെല്ലാം ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ ഇവിടെ സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. യൂദായുടെ പുസ്തകം, അതുപോലെ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനിടയെ തീർന്നു. നമുക്ക് ചില വേദഭാഗങ്ങൾ ഞാൻ അതിനോടനുബന്ധിച്ച് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൃപയാൽ ഇവിടെയും ദൈവത്തിൻ്റെ പരിശുദ്ധമായ വലിയ പ്രവൃത്തികൾ കാണുവാൻ തക്കവണ്ണം ഓരോ ദിവസവും ദൈവം ജനത്തെ ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുന്നത്, അതുപോലെ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ, ഇവിടെ നടക്കുന്നതായ ഓരോ ക്ലാസ്സുകളും ചേരി പ്രദേശങ്ങളിലുള്ള ക്ലാസ്സുകളെല്ലാം ജനത്തിന് വലിയൊരു വിടുതലായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എസെക്കിയേൽ പ്രവചനത്തിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിൽ ഇരിക്കുകയും യഹൂദ മൂപ്പന്മാർ എൻ്റെ മുൻപിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ല സ്വർണത്തിൻ്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, എസെക്കിയേലിനെ ദൈവം കൊണ്ടുപോകുന്ന ഒരവസ്ഥ, സ്ഥിതിയെ കാണിക്കുവാൻ. യെരൂശലേമിൻ്റെയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതി നാം നോക്കുകയാണെങ്കിൽ ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരൂശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണതാ ബിംബത്തിൻ്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിൻ്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാ ബിംബം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ട് പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകൾ നീ കാണും എന്നരുളി ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ദൈവത്തിൻ്റെ ദൈവം തന്നെ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇസ്രായേലിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ദൈവജനത്തോടനുബന്ധിച്ച് എസെക്കിയേലിനോട് സംസാരിക്കുന്ന കാര്യമാണല്ലോ. മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ട് പോകേണ്ടതിന്. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായിരിക്കുന്ന നമുക്കറിയാം, പഴയ നിയമകാലത്തെയും അത് പുതിയ നിയമകാലത്തെയും മന്ദിരത്തെക്കുറിച്ച്. ഇന്ന് നാം ആകുന്ന മന്ദിരം അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ആലയം, അത് വിട്ടുപോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിട്ടുപോകുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവജനം ചെയ്യുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ ദൈവജനം ചെയ്യുന്നതായ ഓരോ കാര്യങ്ങൾ വിട്ടുപോകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് എത്ര ദുഃഖത്തോടെയാണ്, പരിശുദ്ധാത്മാവ് എത്ര ദുഃഖത്തോടെയാണ് എസെക്കിയേലിന് ഈ കാര്യങ്ങൾ കാണിക്കുന്നത്. അതായത് ഇവിടെ ചെയ്തിരിക്കുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവല്ലോ, ഇതിലും വലിയ മ്ലേച്ഛതകൾ നീ കാണുമെന്ന് അരുളി ചെയ്തു. അവൻ എന്നെ പ്രാകാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ തുരക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തി തുരന്നാറേ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട്, അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അകത്ത് ചെന്നു. വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ കലവിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നതും കണ്ടു. അവയുടെ മുമ്പിൽ ഇസ്രായേൽ
ഗൃഹത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പേരും ശാഫാൻ്റെ മകനായ യസന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ്റെ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപമേഘത്തിൻ്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താന്താൻ്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്നരുളി ചെയ്തു. നാം ഇന്നായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എസെക്കിയേൽ പ്രവചനത്തിലൂടെ പരിശുദ്ധാത്മ വ്യക്തമായും എന്നോട് സംസാരിക്കാൻ പറഞ്ഞ ചില വേദഭാഗങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്നും നമ്മുടെ ദേശങ്ങളിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അനുഭവിച്ച് ദൈവത്തിൻ്റെ ആലയങ്ങളായിരിക്കുന്നവർ ദൈവത്തിൻ്റെ വചനപ്രകാരം നാം അതിനനുസരിച്ച് ജീവിക്കാതിരിക്കുമ്പോൾ പുറത്തും അകത്തും ദൈവാലയത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ദൈവാലയത്തിൻ്റെ അകത്ത് നാം ആയിരിക്കുന്ന ആലയത്തിൻ്റെ അകത്തും പുറത്തും എപ്രകാരം നാം വളരെ വിശുദ്ധിയോടെ നമ്മുടെ ചിന്തകളിൽ പ്രവൃത്തികളിൽ ദൈവത്തിന് വേദനാജനകമായ ഒരു കാര്യവും നമ്മിൽ നിന്നും ഉണ്ടാകാതെ വണ്ണം ദൈവവചനം യഥാർത്ഥമായും അനുസരിക്കുവാൻ തക്കവണ്ണം, അതുപോലെ അവചനം അനുസരിച്ച് അവചനത്തെ മറ്റുള്ളവർക്ക് അവരും അനുസരിക്കുവാൻ തക്കവണ്ണം അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വിളിയാണ് പരിശുദ്ധാത്മാവ് പഴയ കാലം മുതൽ തന്നെ തുടക്കം മുതൽ ദൈവം മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച കാലം മുതൽ തന്നെ ദൈവം അനുസരണത്തോടെ നമുക്ക് ആദ്യ പിതാക്കൻ നമുക്കറിയാമല്ലോ ആദാമിൻ്റെ കാര്യം. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യൻ നിർമ്മിച്ചപ്പോൾ മനുഷ്യന് കൊടുത്ത ഒരു കൽപ്പന, ആ ഒരു കൽപ്പനയാണ് ദൈവം കൊടുത്തത്. ആദാമിനും ഹവ്വയ്ക്കും കൊടുത്ത ഒരു കൽപ്പന, ആ വൃക്ഷത്തെ അതിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്നുള്ള ആ ഒരു കൽപ്പന. പക്ഷേ ആ ഒരു കൽപ്പന ത്യജിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ഒരു കാര്യം, ആ ഒരു കാര്യം പോലും അനുസരിക്കാൻ കഴിയാതെ അനുസരണക്കേടിലേക്ക് വന്ന മാനവജാതി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ അനുസരണക്കേട്, അതുപോലെ ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ ഒരു ദൈവ മുൻപാകെ മ്ലേച്ഛമായ കാര്യം. അനുസരണക്കേടെന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചും അറിയാം അത് ദൈവം മുൻപാകെ മ്ലേച്ഛമായൊരു കാര്യമാണ്. എസെക്കിയേലിൻ്റെ പ്രവചനത്തിൽ നമുക്ക് നോക്കുമ്പോൾ 1-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവിക ദർശനങ്ങൾ പ്രാപിക്കുന്നു. 2-ാം അധ്യായം അതുപോലെ അതിന് മുന്നോട്ടുള്ള ഓരോ അധ്യായങ്ങൾ കാണുമ്പോഴും എസെക്കിയേലിനോട് ദൈവം പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ജീവിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപാകെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. വളരെ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ എസെക്കിയേൽ പ്രവാചകൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എഹെസ്കേലിൻ്റെ ജീവിതത്തിൽ താൻ പ്രാക്ടിക്കലായിട്ട് ജീവിച്ച് ആ വചനം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരവസ്ഥ, താൻ വചനം ഭക്ഷിച്ച് ഭുജിച്ച്, അല്ലെങ്കിൽ ആ വചനമാകുന്നവൻ അവൻ്റെ അകത്ത് ചെന്ന് യഥാർത്ഥമായും ആ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ആ ജനത്തിന് കാണിച്ചു കൊടുത്ത് എങ്ങനെ അവരുടെ ജീവിതത്തിലുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇനി എന്താണ് വരാൻ പോകുന്നത് മ്ലേച്ഛത കൊണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നു, അവർ ഇതിലും വലിയ മ്ലേച്ഛതകളെ ചെയ്യുന്നത് നീ കാണുമെന്ന് അവൻ എന്നോട് അരുളി ചെയ്തു. സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദമാണല്ലോ. ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ ഹൃദയം എത്ര ദുഃഖിക്കുന്നുണ്ട്, എത്ര വേദനാജനകമാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളുടെ അകത്ത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയുടെ അകത്ത്, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ദേശത്ത് അല്ലെങ്കിൽ ലോകമെമ്പാടും നടക്കുന്നതായ പല മ്ലേച്ഛതകളെക്കുറിച്ച് കേൾക്കുകയും കാണുകയും നാം അത് അറിയുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയെക്കാളും എത്ര വലിയ വേദനയാണ് ദൈവത്തിൻ്റെ അകത്തുള്ളത്. ദൈവം ഈ പ്രവാചകനായിരിക്കുന്നതായ ഈ എഹെസ്കേലിനെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറച്ച് അവനെ കാണിക്കുന്ന പല കാര്യങ്ങൾ, അതുപോലെ വളരെ പ്രാക്ടിക്കലായിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം യഥാർത്ഥമായി നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന യഥാർത്ഥമായും വചനത്തെ ഉൾക്കൊണ്ട് ആ വചനപ്രകാരം ജീവിച്ച് ആ വചനം നാം ഭുജിക്കുന്ന, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ
പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന വചനങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം. കാരണം യെഹെസ്കേലിൻ്റെ ജീവിതത്തിൽ അത് ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. ദൈവം കൽപ്പിച്ചത് അതുപോലെ ചെയ്ത് അത് ഭാഗമാക്കി തീർത്ത് ദൈവം അവനെ പല കാര്യങ്ങൾ, ലോകത്തിൻ്റെ അവസ്ഥകൾ, ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ, ലോകമായിരിക്കുന്ന അവസ്ഥകൾ കാണിക്കുന്ന ദൈവത്തിൻ്റെ വേദന. കാരണം ദൈവം ഒരു മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ ആദമിനെ ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ, ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ആ ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മയാണല്ലോ, ഫെലോഷിപ്പാണല്ലോ ദൈവം ആഗ്രഹിച്ചത്, മനുഷ്യനും ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ്. പക്ഷെ ഇന്ന് മനുഷ്യനാകുന്ന ആ മന്ദിരം അല്ലെങ്കിൽ മനുഷ്യനാകുന്ന ആലയം, ദൈവത്തിൻ്റെ ആലയമാകുന്ന മനുഷ്യൻ ദൈവമായിട്ടുള്ള ആ ഫെലോഷിപ്പ്, ആ കൂട്ടായ്മ വിട്ട് എത്ര ദൂരത്ത് പോയിരിക്കുന്നു. നാം അന്യജാതിക്കാരോ അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് അറിയാത്തവരെ കുറിച്ചല്ല, മറിച്ച് യേശുവിനെ കുറിച്ച് അറിയുന്നവർ പോലും അറിഞ്ഞിട്ടും സത്യപ്രകാരം നാം ജീവിക്കാതിരിക്കുമ്പോൾ ആ പാറമേൽ വീട് പണിത മനുഷ്യൻ അറിഞ്ഞ സത്യത്തിൽ തുടർന്നു, അറിഞ്ഞ സത്യത്തിൽ നിലനിന്നു. പേമാരിയും വലിയ തിരമാലകളും അല്ലെങ്കിൽ വലിയ പേമാരിയും കൊടുങ്കാറ്റുമെല്ലാം നമ്മുടെ ജീവിതമാകുന്ന പടകിൽ ആനടിക്കാം, ഏത് വ്യക്തിയുടെ ജീവിതത്തിലും. മറിച്ച് ഉറപ്പോടെ നിൽക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനവും നാം പ്രാക്ടിക്കലായി ജീവിക്കുന്നതായ ഓരോ വചനങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവവചനമാണ്. എന്നാൽ ദൈവം നോക്കുമ്പോൾ ജനത്തിൻ്റെ അകത്ത് നാം ആയിരിക്കുന്ന ആലയം, നാം ഓരോരുത്തരുമായിരിക്കുന്ന ആലയത്തിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം, മനസ്സ് കർത്താവിലേക്ക് തന്നെ ആയിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവല്ലോ. നാം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കാണുമ്പോൾ ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. ഇസ്രായേൽ ജനത്തെ 430 വർഷക്കാലത്തെ അവരുടെ കഠിനമായ വലിയ സ്ലേവറി, അവരുടെ ജീവിതത്തിലൂടെ അടിമത്വത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ ആ വിടുവിച്ചു കൊണ്ട് വരുമ്പോഴും അവരുടെ മനസ്സ് തിരിഞ്ഞ് മിസ്രയീമിലേക്കായിരുന്നു. അവരുടെ ശരീരം മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ അവരുടെ മനസ്സ് തിരിഞ്ഞ് മിസ്രയീമിലേക്ക്, അല്ലെങ്കിൽ മിസ്രയീമിൻ്റെ ആ 430 വർഷക്കാലം അവർ കഴിച്ചതും കുടിച്ചതും, അല്ലെങ്കിൽ അവർ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ മോശ ഈ സീനായി മലമുകളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് 40 രാവും പകലും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവശബ്ദത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിലിരിക്കുവാൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഇതുവിൽ നിൽക്കുവാൻ കടന്നുപോയ സമയത്ത് അഹരോനോട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. മിസ്രയീമിൽ നിന്നും അവർ പുറപ്പെട്ടു വന്നപ്പോൾ മിസ്രയീമിൽ നിന്നും അവർക്ക് ലഭിച്ച സ്വർണം, അല്ലെങ്കിൽ ആ സ്വർണം, അല്ലെങ്കിൽ മിസ്രയീമ്യരോട് അവർ ചോദിച്ചു, അല്ലെങ്കിൽ അവർ വിട്ടുപോകുവാൻ തക്കവണ്ണം എങ്ങനെയെങ്കിലും ഇവർ വിട്ടുപോയാൽ ഈ ബാധകൾ ഇനി തുടരുകയില്ലല്ലോ എന്ന് ചിന്തിച്ച് വളരെ സന്തോഷത്തോടെ അവർ സ്വർണങ്ങൾ അവർ ചോദിച്ചതിലധികം കൊടുക്കത്തക്ക രീതിയിൽ അവരെ കരത്തിൽ കൊടുത്ത സ്വർണം കൊണ്ട് തന്നെ ദൈവ സാന്നിധ്യത്തെ മറന്ന്, അല്ലെങ്കിൽ ദൈവം ചെയ്ത മഹാത്ഭുതങ്ങൾ, ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നാം രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാൻ, അല്ലെങ്കിൽ നരകത്തിൻ്റെ അഗ്നിയിൽ നിന്നും നാം വിടുവിക്കപ്പെടുവാൻ ഇടയെത്തീർന്നു. നമ്മുടെ മറ്റുള്ള ശാരീരിക സൗഖ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളെക്കാളും എത്രയോ ഉപരിയായി കർത്താവ് നമ്മുടെ ആത്മാവിനെ നമ്മളെ രക്ഷിക്കുവാൻ ഇടയെത്തുന്നു. നാം ആകുന്ന മത്സര ബുദ്ധിയായിരിക്കുന്ന ജനം, അല്ലെങ്കിൽ മത്സര ബുദ്ധിയുള്ള മാനവജാതി, പക്ഷേ ദൈവം അതിൻ്റെ മധ്യത്തിൽ നമ്മെ ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം വേർതിരിക്കുവാൻ ഇടയെത്തീർന്നു. എന്നാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥകൾ നാം നോക്കുമ്പോൾ തന്നെ അവർ തിരിഞ്ഞു, അവരുടെ മനസ്സ് തിരിഞ്ഞു. ആ സ്വർണം കൊണ്ട് തന്നെ അവർ അഹരോനോട് ചോദിച്ച് ആ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുവാൻ തക്കവണ്ണം അവർ അപേക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു അവരുടെ ജീവിതത്തിൽ എത്രത്തോളം അവരുടെ മനസ്സ് തിരിഞ്ഞു. അവരുടെ ശരീരം കൊണ്ട് അവർ മുന്നോട്ടാണ് പോകുന്നത്, പക്ഷെ മനസ്സുകൊണ്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ദൈവത്തിങ്കലല്ല മനസ്സിരിക്കുന്നത്. നാം നമ്മെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലും പലരും യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടും അവരുടെ മനസ്സ് തിരിഞ്ഞ് പല ലോക കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ മ്ലേച്ഛതകളിലേക്ക്, തെറ്റായ കാര്യങ്ങളിലേക്ക്, നമ്മുടെ ഭവനാങ്കണങ്ങളിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത്, നാം ആയിരിക്കുന്നതായ, അല്ലെങ്കിൽ ഒരു സഭയുടെ അകത്ത്, അല്ലെങ്കിൽ നാം ആയിരിക്കുന്നതായ ദേശത്തിൻ്റെ അകത്ത്, നാം ആയിരിക്കുന്ന ഈ ലോകത്തിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ വളരെ
ധാർഷ്ട്യത്തോടെ, അല്ലെങ്കിൽ ഈ തലമുറ വളരെ ധാർഷ്ട്യത്തോടെ, അല്ലെങ്കിൽ ശാഠ്യത്തോടെ, അല്ലെങ്കിൽ ഈ തലമുറ മത്സരത്തോടെ, ആരോടാണ് അവർ മത്സരിക്കുന്നത്? ദൈവത്തോട് മത്സരിക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തിൽ. എന്നാൽ ആ ദൈവത്തിൻ്റെ ഹൃദയം എത്ര വേദനാജനകമാണ്. കാരണം ദൈവം മുൻപാകെ അത് എത്ര മ്ലേച്ഛമായൊരു കാര്യമാണ്. ദൈവം വിടുവിച്ച വിടുതലിനെ അറിയാതെ ഇസ്രായേൽ ജനം പുറകിലേക്ക് മനസ്സ് തിരിഞ്ഞു. മുന്നിലേക്ക് ശരീരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ മനസ്സ് പുറകിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന് മ്ലേച്ഛകരമായ, അല്ലെങ്കിൽ ദൈവത്തെ വേദനിപ്പിക്കുന്ന, ദൈവത്തിന് ഇഷ്ടം തോന്നാത്ത അനേക കാര്യങ്ങൾ ചെയ്തതുപോലെ തങ്ങളോട് ദൈവം ചെയ്ത നീതി, തങ്ങളോട് ദൈവം ചെയ്ത ദയ, തങ്ങളോട് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വെള്ളത്തിന് ദാഹിച്ചപ്പോൾ പാറയോട് കൽപ്പിച്ചു, വെള്ളം പാറയിൽ നിന്ന് പുറപ്പെടുമോ? ഒരിക്കലും സാധ്യമല്ല. പക്ഷെ പാറയിൽ നിന്നും അസാധ്യങ്ങളെ സാധ്യമാക്കി പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ച ദൈവം. അതുപോലെ ദൂതന്മാരുടെ ഭക്ഷണം, അവർക്ക് ഭക്ഷണമില്ലാത്ത സമയത്ത് നമുക്കെല്ലാം അറിയാം, സ്വർഗീയ മന്നെ അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയെത്തുന്നത്. എങ്കിൽ പോലും ഇത്ര റിബല്യസ് ആയി ജനം. അതുപോലെ 40 വർഷക്കാലം ആ മരുഭൂമി യാത്രയിൽ അവരുടെ ചെരുപ്പ് പഴകിയില്ല, അവരുടെ വസ്ത്രം കീറിയില്ല. കുഞ്ഞ് ജനിച്ചു വന്ന ഒരു കുഞ്ഞ് ഇട്ട വസ്ത്രം ഒരു പക്ഷേ ആ വസ്ത്രം വലുതായി കൊണ്ടിരിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ദൈവം എത്ര വിശ്വസ്തയോടെയാണ് അവരെ ഒന്നും അറിയാതെ വേണം ദൈവം നടത്തിയത്. അല്ലെങ്കിൽ വളരെ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ ദയ എത്ര വലുതായിരുന്നു അവരുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവം എത്ര വലിയ ദൈവമാണ്. ഇവിടെ ദൈവം എസ്കേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൻ്റെ വടക്കോട്ടുള്ള വാതിലിൻ്റെ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞും കൊണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകൾ ഇനിയും നീ കാണും എന്ന് അരുളി ചെയ്തു. നാം എന്തിനു വേണ്ടിയാണ് കരയേണ്ടുന്നത്? ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ യേശുവിൻ്റെ ക്രൂശിലേക്ക് തറയ്ക്കപ്പെട്ട സമയത്ത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. യേശു പറയുന്നു, സ്ത്രീയെ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും മക്കളെയും ചൊല്ലി കരയുവാനായിട്ട് ദൈവവചനം പറയുന്നു. ഈ കാലഘട്ടം നാം നോക്കുകയാണെങ്കിൽ, നാം ആയിരിക്കുന്നതായ ഈ തലമുറകൾ നാം നോക്കുകയാണെങ്കിൽ, നാം വളരെയധികം ദൈവസന്നിധി കരയേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നാം ഓരോരുത്തരും യേശുക്രിസ്തു ആ സ്ത്രീകൾ ക്രൂശിനെ ചൊല്ലി കരയുന്ന സ്ത്രീകളോട് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും നോക്കി കരയുവാൻ തക്കണം. കാരണം ഒരു അന്ത്യഘട്ടത്തിൽ, ഒരു അവസാന സമയത്ത് യെഹെസ്കേലിനെ പല കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിപ്പിക്കുമ്പോൾ തന്നെ നാമും ഒരു അവസാന സമയത്തായിരിക്കുന്നത്. ഈ അവസാന സമയം എന്ന് പറഞ്ഞാൽ മ്ലേച്ഛത നിറഞ്ഞ ഒരു ലോകത്തിൽ, വളരെയധികം മ്ലേച്ഛതകളാൽ നിറഞ്ഞ ഒരു ലോകത്തിൽ നാം യഥാർത്ഥമായും ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ, നാം യഥാർത്ഥമായി നോക്കുകയാണെങ്കിൽ നമ്മെ തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം യൂദായുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പല വക്രതയുള്ളൊരു തലമുറ, അല്ലെങ്കിൽ ദുശാഠ്യമുള്ള ഒരു തലമുറ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു, വചനം യഥാർത്ഥമായും അനുസരിക്കാത്ത, വചനപ്രകാരം ജീവിക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ 16-ാം വാക്യത്തിൽ കാണുന്നു, അവൻ എന്നെ യഹോവയുടെ ആലയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവെ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിൻ്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? യഹൂദാ ഗൃഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികം കോപിപ്പിക്കാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നു. കണ്ടില്ലേ അവർ ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നത്. നമുക്കറിയാം, പാരമ്പര്യമായി നടക്കുന്നതായ പല കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുന്ന പല കാര്യങ്ങളുണ്ട്. ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും, എൻ്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്ന് അരുളി ചെയ്യുന്നു. ഇവിടെ നമുക്ക് ദൈവജനത്തെ കാണുവാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ സംസാരിക്കുന്നതായ പല കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ജനം വളരെ
പ്രാക്ടിക്കലായി ദൈവത്തിൻ്റെ വചനപ്രകാരം എപ്രകാരം നമ്മെ തന്നെ ഒരുക്കണം, അല്ലെങ്കിൽ ദൈവവചനപ്രകാരം നമ്മെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വേദന ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം ഈ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. ദൈവത്തിൻ്റെ വേദന ഒരു വെറും മനുഷ്യപുത്രനായിരിക്കുന്ന ഒരു വെറും ദൈവത്തിൻ്റെ കരത്തിൻ്റെ സൃഷ്ടിയായ എഹെസ്കേലിനോട് തൻ്റെ ദുഃഖങ്ങൾ പറയുന്ന, തൻ്റെ വേദനകൾ പറയുന്ന, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയോട് ഒരു പ്രാർത്ഥന വിഷയമായി നാം നമ്മുടെ വേദനകൾ പറയുമായിരിക്കും. എന്നാൽ ദൈവം തൻ്റെ വേദന തൻ്റെ സൃഷ്ടിയോട് പറയുന്ന ഒരവസ്ഥ, വിശ്വസ്തനായ ഒരു മനുഷ്യനെ ദൈവം കണ്ടെത്തി. എഹെസ്കേലിനെ 1-ാം അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. ദൈവം അവനെ പരിശോധിച്ചു നോക്കി. അവൻ ദൈവം മുൻപാകെ തികഞ്ഞവനായി, അവൻ ആത്മാവിനാൽ നടത്തപ്പെട്ടവനായി, അവൻ ദൈവത്തെ അനുസരിക്കുന്നവനെ തികച്ചും അനുസരിക്കുന്ന ഒരവസ്ഥ, ഒരിക്കലും ഒരു അനുസരണക്കേട് കാണിക്കാതിരിക്കുന്ന അവസ്ഥ. ഓരോ അധ്യായങ്ങളും വായിക്കുമ്പോഴും എത്ര അനുസരണത്തോടെയാണ് പലപ്പോഴും തനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ദൈവത്തോട് ചോദിച്ചു. ദൈവമേ, ഞാൻ ഇങ്ങനെയൊരു അവസ്ഥയിലാണല്ലോ, നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഇത് ചെയ്യുമെന്ന് പലപ്പോഴും മ്ലേച്ഛമായ പല കാര്യങ്ങൾ ദേശത്തിൻ്റെതായത് ദൈവം അവനെ കാണിച്ചു കൊടുക്കുവാൻ വേണം ഇടയായി തീർന്നതുപോലെ അങ്ങനെയുള്ള ദേശക്കാരുടെ മധ്യത്തിൽ എങ്ങനെ അതിനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ വേണം ദൈവം എഹെസ്കേലിനോട് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വചനത്താൽ ജീവിക്കുവാൻ, വചനപ്രകാരം ജീവിച്ച് ജനത്തിന് കാണിച്ചു കൊടുക്കുവാൻ, നമ്മുടെ ജീവിതം മുഴക്കത്തോടെ നിൽക്കുവാൻ, നമ്മുടെ ശബ്ദത്തെക്കാൾ നമ്മുടെ ജീവിതം മുഴക്കത്തോടെ. എഹെസ്കേലിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ അവൻ്റെ ജീവിതമാണ് മുഴക്കത്തോടെ നിന്നത്. അവൻ്റെ ശബ്ദത്തെക്കാൾ ഉപരിയായി അവൻ ശബ്ദിക്കുന്നതിന് മുൻപായി അവൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കുവാൻ വേണം. അങ്ങനെ കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ ജനത്തോട് സംസാരിക്കുവാൻ വേണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ജീവിച്ച് ആ വചനം ഭുജിച്ച്, വചനം കഴിച്ച്, ആ വചനപ്രകാരം അത് നമ്മെ കാണിച്ചു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഒരു വിശ്വാസിയായിരിക്കാം, അല്ലെങ്കിൽ നാം യേശു ക്രിസ്തുവിനെ കുറിച്ച് ചെറുതായി അറിയുന്നൊരു വ്യക്തിയായിരിക്കാം. ആര് തന്നെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം യഥാർത്ഥമായി നമ്മുടെ തുടക്കം മുതലേ അത് നാം ഭുജിച്ച് അതുപോലെ പ്രകാരം പ്രാക്ടീസ് ചെയ്ത് അതുപോലെ നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മെ കൊണ്ടുള്ള പ്രയോജനമുണ്ട്. ഇവിടെ യൂദായുടെ പുസ്തകം 4-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഭക്തരായ മനുഷ്യർ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നമുക്ക് വ്യക്തമായി അറിയാം. നാം പല പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ അതുപോലെ പല പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വളരെ വ്യക്തമായിട്ടും അവരുടെ ശിക്ഷാവധി, കാരണം എത്ര വലിയൊരു ശിക്ഷാവധിയാണ്. കാരണം ജനം എന്താണ്? അഭക്തരായി. ദൈവം ആഗ്രഹിക്കുന്നത് ഭക്തിയോടെ ജീവിക്കുവാൻ. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്നും രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഒന്നാമത് അവർ വിശ്വസിച്ചു. നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന് ദൈവം ജനത്തെ രക്ഷിച്ചു, ഒന്ന് ദൈവത്തിൻ്റെ രക്ഷയുടെ അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും അത് നശിക്കാതെ നിത്യജീവനെ പ്രവേശിക്കുന്നു നമുക്ക് കാണുവാൻ സാധ്യമല്ല. രക്ഷിക്കപ്പെട്ട രക്ഷയുടെ അനുഭവത്തിൽ വന്ന ഓരോരുത്തരും വിശ്വാസത്തിൽ ഉറയ്ക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും നാം വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തെ, കാരണം നമ്മുടെ വിശ്വാസം അചഞ്ചലമായിരിക്കുവാൻ, പ്രതിസന്ധികളുടെ മധ്യത്തെ തിരമാലകളും കൊടുങ്കാറ്റും ആഞ്ഞടിക്കുമ്പോഴും വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ നാം എഹെസ്കേൽ പ്രവചനത്തെ കാണാൻ സാധിക്കുന്നു. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവം എന്ത് കൽപ്പിച്ചപ്പോഴും ആ എഹെസ്കേൽ പ്രവാചകൻ ഉറച്ചു നിന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു പ്രാവശ്യം പോലും അവസരം കിട്ടാത്ത ദൈവദൂതന്മാർ, ഒരു പ്രാവശ്യം അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റ് ദൈവദൂതന്മാർ
നീതിമാന്മാർക്ക് അവർക്ക് ഇനി ഒരിക്കലും ആ അവസരം അവർക്ക് ഇനിയില്ല. അവർക്ക് അവരുടെ പാപങ്ങളിൽ നിന്നും അനുദപിക്കുവാൻ തക്കവണ്ണം അവസരമില്ല. എന്നാൽ നാം ആയിരിക്കുന്ന ദൈവജനം, ദൈവം മനുഷ്യന് എത്ര വലിയൊരു രക്ഷയാണ് നൽകിയിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന രക്ഷ, ദൈവം രക്ഷിച്ചു. പക്ഷേ ഒരിക്കലും ജീവിതത്തിൽ മ്ലേച്ഛതയില്ലാതെ അല്ലെങ്കിൽ തെറ്റുകളില്ലാതെ എന്തെങ്കിലും തെറ്റുകളിലേക്ക് വഴുതി പോകുന്നവർ ആ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ യേശുവിൻ്റെ രക്തം ഇന്നും സകല പാപവും പോക്കി നമ്മെ രക്ഷിക്കുന്ന രക്തമാകയാൽ ആ രക്തത്താൽ ഉള്ള വിടുതലുകൾ പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള മഹാഭാഗ്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു. എന്നാൽ എന്നിട്ട് പോലും ജനം മ്ലേച്ഛതയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, എന്നിട്ട് പോലും ജനം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഈ ശ്വാസം എന്ന് തീരും നമുക്കറിയില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞ അവസാനം വന്നിരിക്കുന്നു, ഈ ലോകത്തിൻ്റെ അവസാനം വന്നിരിക്കുന്നു, അവസാനമായി സകലത്തിനും ഒരു അവസാനം വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ മുൻപിൽ എത്ര ദിവസങ്ങൾ, നാളുകളുണ്ടെന്ന് നമുക്കറിയില്ല. എന്നാൽ ദൈവം നൽകിയിരിക്കുന്ന ഓരോ ദിവസവും ഏറ്റവും ഉത്തമമായി ക്രിസ്തു യേശുവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു മഹൽ ഭാഗ്യമെന്ന് നമ്മുടെ ജീവിതത്തിൽ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ, ആ പരിശുദ്ധാത്മാവിൽ നാം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു. ആ പരിശുദ്ധാത്മാവിനാൽ നാം യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവിനെ സ്വീകരിച്ചു. അതേ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവകാലം മുഴുവനും, നമ്മുടെ അവസാന ശ്വാസം വരെ അതേ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുവാൻ, അതേ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ആ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ നയിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പലപ്പോഴും ദൈവം നമ്മെ പരിശോധിക്കുന്ന ദൈവമാണ്. ജീവിത അനുഭവത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ആഴങ്ങൾ അറിയുവാൻ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ പരിശോധനകൾ ഒരിക്കലും നമ്മെ തകർത്തു കളയുവാനല്ല, മറിച്ച് നമ്മെ ഉറപ്പിക്കുവാനുള്ള പരിശോധനകളാണ്. ഇന്നലെയും ഞാൻ അക്രൈസ്തവയായ ഒരു സഹോദരിയുമായി സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. ആ സഹോദരിയോട് സംസാരിച്ചപ്പോൾ ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞു, അവരുടെ ജീവിതത്തിൻ്റെ തിരമാലകൾ അല്ലെങ്കിൽ വലിയ കോളിളക്കങ്ങൾ, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി സ്വയം അവസാനിപ്പിക്കുവാൻ അവരുടെ മകൻ എടുത്ത തീരുമാനങ്ങൾ ഞാൻ അവരോട് പറയാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദൈവം ഉത്തരമായി ഇറങ്ങി വരും, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പല വിഷയങ്ങളുടെ മധ്യത്തിലുള്ള വിടുതലിനേക്കാളും ഉപരിയായി ക്രിസ്തു യേശുവിനെ രുചിച്ചറിയുക, ക്രിസ്തു യേശുവിന് വേണ്ടി ജീവിക്കുക, അതുപോലെ ക്രിസ്തു യേശുവിൻ നൽകിയിട്ടുള്ള ആ നിത്യരക്ഷ, നിത്യജീവൻ നമുക്ക് ഉറപ്പ് വരുത്തി ഓരോ നിമിഷവും ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹൽ ഭാഗ്യമെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് യൂദായുടെ ലേഖനം 7 വരുമ്പോൾ, അതുപോലെ സോദോമും ഗമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു, അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യ അഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. നമുക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു സോദോം ഗമോറ, നമുക്കെല്ലാം വ്യക്തമായി അറിയാം. പക്ഷേ ഇവിടെ കാണുന്നത് ദുർനടപ്പ്. യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു മ്ലേച്ഛത എന്നവിടെ കാണുമ്പോൾ ദുർനടപ്പിനെ കാണുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നാം സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചു ഭവനം മുതൽ നമുക്ക് തുടങ്ങാം, നമ്മുടെ കൊച്ചു ജീവിതം മുതൽ നാം ആരംഭിക്കാം. നമ്മുടെ കൊച്ചു ജീവിതത്തിൽ എന്തെങ്കിലും ദുർനടപ്പുണ്ടോ? യേശു താമസിക്കേണ്ടുന്ന, വസിക്കേണ്ടുന്ന ഈ ആലയത്തിൽ ദുർനടപ്പ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കാത്ത ചില സ്വഭാവങ്ങൾ, ദൈവം ആഗ്രഹിക്കാത്ത ചില ചര്യകൾ, നമ്മുടെ ജീവിതചര്യകൾ, ദൈവം ആഗ്രഹിക്കാത്ത ചില നടപ്പുകൾ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത ചില ചിന്തകൾ, ദൈവം ആഗ്രഹിക്കാത്ത അതെല്ലാം നമ്മളാകുന്ന ദൈവത്തിൻ്റെ ഈ ആലയത്തിലുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയുവാൻ, കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം പൂർണ്ണതയോടെ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, പൂർണ്ണതയോടെ ദൈവത്തിൻ്റെ ആലയമായി മാറുവാൻ. യെഹെസ്കേലിനെ കുറിച്ച് കാണുമ്പം കാണാൻ സാധിക്കുന്നു, തികച്ചും അവൻ പറയുന്ന സാക്ഷ്യമുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മ്ലേച്ഛമായതൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മലിനമായതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മലിനതയില്ലാതെ ഒരു ജീവിതമാണ് യെഹെസ്കേൽ. അതുകൊണ്ട് ദൈവത്തിന് അവനെ ട്രസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം ദൈവത്തെ ആശ്രയിക്കുന്നു, എന്നാൽ ദൈവത്തിന് നമ്മെ ഒന്ന് ട്രസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിന് നമ്മെ ഭരമേൽപ്പിക്കുവാൻ തക്കവണ്ണം ചിലതെല്ലാം വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ
തുറന്നും ദൈവസന്നിധിയിൽ ഉറപ്പോടെ തികഞ്ഞും അകത്തെ മനുഷ്യൻ നമ്മിൽ ഒരു കളങ്കമില്ലാതെ നിഷ്കളങ്കമായി അല്ലെങ്കിൽ കളങ്കമില്ലാത്ത വളരെ നല്ല ഒരു അവസ്ഥയിൽ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ അകത്തെ മനുഷ്യനായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എസ്കേലിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ അവൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് അവനെ നയിച്ചതുപോലെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുത്തതെല്ലാം ഭുജിക്കുവാൻ കഴിക്കുവാൻ അവന് പ്രയാസമായി പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത് വളരെ എങ്ങനെയത് ചെയ്യും എന്നാൽ അതുപോലെ ചെയ്തു. നമുക്ക് കാണാൻ സാധിക്കുന്നു 390 ദിവസത്തോളം ഒരു സൈഡ് ചെരിഞ്ഞു തന്നെ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ പാപത്തെക്കുറിച്ച് വിളിച്ചു പറയുന്ന യെഹെസ്കേലിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം എന്തു പറഞ്ഞു അതുപോലെ, എന്ത് കഴിക്കുവാൻ പറഞ്ഞു, ഏത് അളവിൽ കഴിക്കുവാൻ പറഞ്ഞു, ഇതുപോലെ ചെയ്യുന്ന ഓരോ കാര്യത്തിനും വളരെ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന ഒരു പ്രവാചകൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ദൈവജനം ദൈവം പറയുന്നത് പോലെ ഏത് അളവിൽ നാം ജീവിക്കണം, ഏത് അളവിൽ നാം നടക്കണം, അല്ലെങ്കിൽ ഏതുപോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ എപ്രകാരം ഒരുക്കപ്പെടണം അതുപോലെ നാം ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ ഇതിൻ്റെ 8 കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ തന്നെ ഇവരും സ്വപ്ന അവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. ഈ തലമുറ, നാമായിരിക്കുന്ന തലമുറകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നാം ആകുന്ന സമൂഹം, നാം ആകുന്നതായ ദൈവത്തിൻ്റെ ശരീരം എന്ന് അഭിമാനിക്കുന്നവർ പോലും പലതിലും ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യും. നമുക്കറിയാം, നമുക്ക് നൽകിയിരിക്കുന്ന ആ കർത്തൃത്വം, ക്രിസ്തുവേശുവിൻ്റെ കർത്തൃത്വം, നാം ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ നമുക്കറിയാം ദൈവരാജ്യത്തിലായിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കുന്നു. യേശു ക്രിസ്തു പ്രസംഗിച്ചപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. നാം ആ ദൈവരാജ്യത്തിലായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആ റൂളിനകത്ത് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ അധികാരത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ നിയന്ത്രണത്തിൽ, ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ്, ഇസ്രായേൽ ജനം മുന്നോട്ട് നടന്നപ്പോഴും അവരുടെ മനസ്സ് പുറകിലേക്ക് തിരിഞ്ഞിരുന്നത് പോലെയല്ല. ജനത്തിൻ്റെ മനസ്സ്, നാം മനസ്സ് പുതുതാക്കുമ്പോൾ നമ്മുടെ മനസ്സ്, അതാണല്ലോ റോമലേഖനം 12:1-2 വാക്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മനസ്സ് പുതുതാക്കും തോറും നമ്മുടെ മനസ്സ് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ നാം നമ്മുടെ മനസ്സ് പുതുതാക്കാതിരിക്കും തോറും നമ്മുടെ മനസ്സ് പുറകിലേക്ക് തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ, ദൈവത്തിൽ നിന്നും തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഇവിടെ ജനം, നാം എസ്കേൽ പ്രവചനത്തിൻ്റെ പുസ്തക ഭാഗങ്ങളിൽ വായിച്ചപ്പോഴും ജനം ദൈവത്തിന് പുറം കാട്ടിയിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ദൈവമുഖം നോക്കാതെ സൂര്യനെ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരവസ്ഥ, ലോകത്തിൻ്റെ മഹിമ കാണുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നോക്കുന്ന ഒരവസ്ഥയിലാണ്. ദൈവത്തിൻ്റെ വെളിച്ചമല്ല, മറിച്ച് ലോകത്തിൻ്റെ വെളിച്ചം, ലോകത്തിൽ എന്താണ് കാണുന്നത് അത് കാണുന്ന ഒരവസ്ഥയിൽ ജനം ഇരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നീതി സൂര്യനായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് തിരിയുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ പുതുതാക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും മനസ്സ് വളരെയധികം പൂർണ്ണതയിൽ ക്ലീനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാലിന്യമില്ലാതെ വളരെ ശുദ്ധമായി തീർന്നാൽ ആ മനസ്സ് നീതി സൂര്യനിലേക്ക് തിരിയുവാനിടയായി തീരും. ഇവിടെ കാണാൻ സാധിക്കുന്നു, നമുക്ക് പല ഭാഗങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ ഇവരോ ഇതിൻ്റെ 10 വരുമ്പോൾ ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. പലതും ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന് മുൻപുള്ള വചനം, മീഖായേൽ പോലും തൻ്റെ നാവിനെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുന്നുവെങ്കിൽ നാം സകലത്തിലും വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ പൂർണ്ണ ശരീരത്തെ നിയന്ത്രിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയമാകുന്ന ഈ ശരീരത്തെ, ദൈവത്തിൻ്റെ ആലയമാകുന്ന ഈ ശരീരത്തെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. പക്ഷെ തങ്ങളെ തന്നെ വഷളാക്കുന്നവർ, അവർക്ക് അയ്യോ കഷ്ടം, തങ്ങൾ അറിയാത്തത് സംസാരിക്കുന്നവർ, അയ്യോ കഷ്ടം, അവർ കൈയിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയെ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വ്യക്തതയോടെ നമുക്കെല്ലാം അറിയാം, കായിൻ്റെ അല്ലെങ്കിൽ അസൂയയോടെ സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞ
കായീൻ, അതുപോലെ ലാഭത്തിന് വേണ്ടി ദൈവം അറിയിച്ച ആലോചന പറഞ്ഞാൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ ദൈവം അറിയിച്ച ആലോചന പറഞ്ഞാൽ തനിക്കൊന്നും ലഭിക്കുവാൻ പോകുന്നില്ല. ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചാൽ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. എന്നാൽ ബാലാക്ക് പറഞ്ഞതുപോലെ ചെയ്താൽ, മനുഷ്യൻ പറഞ്ഞതുപോലെ ചെയ്താൽ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കും. ആ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ വഞ്ചനയിൽ എന്തിനാണ്? കൂലി കൊതിച്ചുകൊണ്ട്. ബിലയാം ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ കൂലി കൊതിച്ചുകൊണ്ട്. ഈ ലോകത്തും ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നു മ്ലേച്ഛത, കൂലി കൊതിച്ചുകൊണ്ട് ബിലിയാമിനെ പോലെ ജീവിക്കുന്നവർ. അതുപോലെ കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോയി. നമുക്ക് കോരഹിൻ്റെ മത്സരം നമുക്കറിയാം. ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ അഭിഷേകവുമുള്ള മോശയ്ക്കും അഹരോനും എതിരായിട്ട് കോരഹ് നിന്നതും, അതുപോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ കോപ അഗ്നിയാൽ ഭൂമി പിളർന്ന് അവരെ തിന്നുകളഞ്ഞ ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ അവസ്ഥ നമുക്ക് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പുതിയ നിയമത്തിൽ ഭൂമി പിളർന്നല്ലെങ്കിലും ദൈവ സാന്നിധ്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ അനന്യാസും സഫീറയും ദൈവം മുൻപാകെ പരിശുദ്ധാത്മാവിനോട് നുണ പറഞ്ഞതുകൊണ്ട്, ആ ഒരു നുണ പറച്ചിലാണ്. അവർ ശരീരമാകുന്ന ആലയത്തിൽ, അല്ലെങ്കിൽ അവരുടെ നാവ് കൊണ്ട് അവരൊരു നുണ പറയുകയാണ്. ആ ശരീരമാകുന്ന ആലയം, അവർക്ക് സത്യം പറയാമായിരുന്നു, പക്ഷെ സത്യം പറയാതെ നുണ പറഞ്ഞതുകൊണ്ട് അവരവിടെ മരിച്ചു വീഴുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ രക്ഷപ്പെട്ടായിരുന്നു, അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടു, എന്നാൽ അവർ വിശ്വാസത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കുവാൻ സാധ്യമല്ലാതെ അവരുടെ വിശ്വാസത്തിൻ്റെ ആ പരിശോധനയിൽ അവർ തളർന്നു പോകുവാൻ, നശിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചിരിക്കുവാൻ. ഇവർ നിങ്ങളുടെ സദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. വചനം അനുസരിക്കാത്തവർ, വചനപ്രകാരം വചനം കേട്ടു പക്ഷെ വചനം അനുസരിക്കുന്നില്ല, വചനപ്രകാരം ജീവിക്കുന്നില്ല. എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കണ്ടതുപോലെ ആ വചനം കേട്ടു പൂർണ്ണതയോടെ അനുസരിച്ചാണ് ദൈവം പറയുന്ന ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത്. അതിനൊരു മാറ്റമില്ലാതെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തി വെള്ളമുള്ള മേഘം പോലെയാണ്. എന്നാൽ വെള്ളമില്ലാത്ത മേഘം എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് അനുസരിക്കാതെ, ദൈവം എന്തു പറയുന്നു തനിക്ക് ബോധിച്ചതുപോലെ ചെയ്യുന്ന അനേകരുണ്ട്. തങ്ങളുടെ സ്വയത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ചെയ്യുമ്പോൾ നാം ജനത്തിന് വേണ്ടി വെള്ളമുള്ള മേഘങ്ങൾ പോലെ. വെള്ളമുള്ള മേഘങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ചൂടുള്ള, വളരെ വേനൽക്കാലം, വളരെ ചൂടുള്ള സമയത്ത് നാം വളരെ തളർന്ന്, അതുപോലെ ഞങ്ങളിവിടെ മിഷൻ ഫീൽഡിലൊക്കെ ആകുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ, എനിക്കിന്നും ഓർമ്മയുണ്ട്, തുടക്കത്തിലെല്ലാം 8 മണി മുതൽ അതുപോലെ രാത്രി വരെ ഇങ്ങനെ നടന്ന്, കാരണം നമ്മുടെ കയ്യിൽ ഒരു സൈക്കിളില്ല, ഒരു വാഹനമില്ല, ഒന്നുമില്ല, പക്ഷേ നടന്ന് വടക്കേന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെ നടന്ന് കൊടും ചൂടത്ത് അപ്പോൾ നടന്നു പോകുന്ന പല അവസ്ഥകൾ. എന്നാൽ ആ ചൂടിൻ്റെ അവസ്ഥയിൽ ഒരു നദിയായിരിക്കാം നമുക്ക് കാണുന്നത്. അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിക്കുവാൻ എന്നൊക്കെ വേണം. നമുക്കൊരു ആശ്വാസത്തിന് കാശ്മീരിലായിരുന്ന സമയത്താണെങ്കിലും അവിടെയുള്ള ഗാർഡനുകളിൽ നമുക്ക് ഇഷ്ടം പോലെ അവിടെ ഗാർഡനുകളുണ്ട്. നമുക്ക് ഒരു പഴം പറിച്ച് തിന്നുവാൻ, അല്ലെങ്കിൽ ഒരു ആപ്പിൾ പറിച്ച് തിന്നുവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആശ്വാസം വെള്ളം. ഇവിടെ ദൈവജനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ കാണുന്നു, ദൈവവചനം അനുസരിക്കാത്തവർ വെള്ളമില്ലാത്ത മേഘങ്ങളെ പോലെയാണ്. ദൈവത്തെ യഥാർത്ഥമായി നാം പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ വെള്ളമില്ലാത്ത മേഘങ്ങളെ പോലെ, അതുപോലെ ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും ഇല കൊഴിഞ്ഞിരിക്കുന്നതും ഫലമില്ലാത്തത്. ഒരു വൃക്ഷത്തിന് ഇലയില്ല, ഫലവുമില്ല, കൊടും ചൂടത്ത് നടന്നു വരുന്നു. ഒരു വൃക്ഷത്തിൻ്റെ തണലാണ് നമുക്ക് പലപ്പോഴും ആശ്വാസമായി തീരുന്നത്. എന്നാൽ വൃക്ഷത്തിന് ഇലയില്ല, ഫലമില്ല. ഞാൻ പറഞ്ഞല്ലോ, കാശ്മീരിലെല്ലാമായിരിക്കും ഇഷ്ടം പോലെ ഗാർഡനുകൾ അവിടെയുണ്ട്. സബർ ജില്ലയുടെ അതുപോലെ
ഒത്തിരി ഗാർഡൻസ്, നമുക്ക് ഇഷ്ടംപോലെ വഴിയോരത്താണെങ്കിലും ഇഷ്ടംപോലെ ഗാർഡൻ, അങ്ങനെ അവിടെയെല്ലാം നമുക്ക് എന്താ പറയുക, നാം തളർന്നു വരുന്ന സമയത്തായിരിക്കാം ഒരു ഫലം നമുക്കൊരു ആശ്വാസമായി തീരുന്നത്, അല്ലെങ്കിൽ ഒരു വൃക്ഷം നമുക്കൊരു ആശ്വാസമായി തീരുന്നത്. പക്ഷേ ദൈവവചനം അനുസരിക്കാത്തവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു, ഇല കൊഴിഞ്ഞും ഫലമില്ലാത്തതും രണ്ട് പ്രാവശ്യം ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, വേരറ്റുപോയി, ഇനി എന്താ പ്രയോജനമില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് ദൈവവചനത്തെ യഥാർത്ഥമായും അനുസരിക്കാതിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്. തങ്ങളെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പു പറയുന്നു, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവ് ഇല്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും ജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമുക്ക് വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മെ തന്നെ വിശ്വാസത്തിലും സ്നേഹത്തിലും സൂക്ഷിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുയേശു നമുക്ക് നൽകിയ ആദ്യ കൽപ്പന, ഒന്നാമത്തെ കൽപ്പന, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ അവനെ സ്നേഹിക്കുവാൻ, സ്നേഹത്തിൽ നിലനിൽക്കുവാൻ. ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ എഹെസ്കേലിൻ്റെ പുസ്തകം നാം വായിക്കുകയാണെങ്കിൽ ആ തികഞ്ഞ ദൈവസ്നേഹം നമുക്ക് ആ ഒരു യൗവനക്കാരൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തികഞ്ഞ ദൈവസ്നേഹം. തികവെന്ന് പറയുന്നത് ദൈവം എന്താണ്, അവൻ ദൈവസന്നിധി ഇരിക്കുന്നു, ദൈവശബ്ദം കേൾക്കുന്നു, അതുപോലെ ദൈവിക ദർശനങ്ങൾ പ്രാപിക്കുന്നു. ദൈവം അവൻ്റെ തുടക്കത്തെ നമുക്കറിയാം, വെറും ഒരു ചെറിയ തുടക്കമാണ് അവൻ്റെ ജീവിതത്തിൽ. ദൈവം അവനെ നോക്കുകയാണ്, ദൈവം പറയുന്ന കാര്യങ്ങൾ, അവൻ ചെറിയൊരു തുടക്കമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുവാൻ തക്കവണ്ണം ചെറിയ തുടക്കങ്ങൾ. എന്നാൽ അത് പിന്നത്തേതിൽ അവന് ദർശനമായി, ദൈവശബ്ദമായി ദൈവം അവനെ കൊണ്ടുപോകുന്നതായ പല കാര്യങ്ങളുണ്ട്. 37 അധ്യായമെല്ലാം വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു വലിയ താഴ്വരയിലേക്ക്, എല്ലിൻ്റെ താഴ്വരയിലേക്ക്, അല്ലെങ്കിൽ മൊത്തം അസ്ഥികൾ മാത്രമുള്ള താഴ്വരയിലേക്ക് ദൈവം അവനെ കൊണ്ടുപോകുന്ന കാഴ്ചകൾ, ദൈവം അവനോട് പ്രവചിക്കുവാൻ പറയുന്നത്. അതുപോലെ നാം 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവം അവനിലൊരു ട്രസ്റ്റ് ദൈവത്തിനുള്ളത്. നാം യഥാർത്ഥമായും ദൈവം പറയുന്നത് പോലെ ചെയ്യുമ്പോൾ ദൈവത്തിന് നാം ദൈവത്തെ ആശ്രയിക്കുന്നു, മറിച്ച് ദൈവത്തിനും നമ്മെ ട്രസ്റ്റ്, ഈ തലമുറയിൽ ദൈവത്തെ നമ്മെ ട്രസ്റ്റ് ചെയ്യുവാൻ നോഹയുടെ തലമുറയിൽ നീതിമാൻ നിഷ്കളങ്കനുമായി കണ്ടതുകൊണ്ട് ദൈവം നോഹയെ ഭരമേൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇതുപോലെ ദൈവത്തിന് നമ്മെ ഭരമേൽപ്പിക്കുവാനായി ചില കാര്യങ്ങളുണ്ട് ഈ തലമുറയിൽ. കാരണം ഇത് അവസാനം ആയിരിക്കുന്നു. ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമാണ്, ഇത് അവസാനമായി, കാലങ്ങൾ ഇനി ദീർഘമില്ല, അവസാന കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുന്നു. നമ്മുടെ മുൻപിൽ അധികം സമയങ്ങളില്ല. മോശയുടെ സമയത്ത് ദൈവം മോശയെ ട്രസ്റ്റ് ചെയ്തു. മോശ ദൈവത്തിൽ ആശ്രയിച്ചു. തൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ അവനൊരു യഥാർത്ഥമായി ദൈവത്തിൻ്റെ നിലവാരത്തിലെത്തത്തക്കവണ്ണം ദൈവം 40 വർഷം കാത്തിരുന്നു. അങ്ങനെ 80-ാം വയസ്സായപ്പോൾ ദൈവം അവനിൽ ട്രസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം, എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ യോഗ്യനാണ്, ഇവനെ ഞാൻ ഏൽപ്പിക്കാം എന്ന ദൈവത്തിന് അവനെ ട്രസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ അവൻ്റെ അകത്തും പുറത്തും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമായി തീരുവാനിടയായി തീർന്നു. അതുപോലെ ദൈവം നമ്മെക്കുറിച്ച് ആകെ നമ്മുടെ അകത്തും പുറത്തും ഒരു സ്ഫടികം പോലെ നാം യഥാർത്ഥമായിട്ട് നാം ആരാണ്, ക്രിസ്തു
ക്രിസ്തുവിൽ നാം ആരാണ്? ക്രിസ്തു നമ്മിലൂടെ പ്രകാശിക്കുവാൻ, ക്രിസ്തു നമ്മിലൂടെ മറ്റ് ജനത്തിന് കാണിച്ചു കൊടുക്കുവാൻ, നമ്മുടെ യാഥാർത്ഥ്യം നമ്മുടെ ലൈഫിൻ്റെ യാഥാർത്ഥ്യം, ഒരു യാഥാർത്ഥ്യമില്ലാത്ത ലോകത്താണ് നാം ജീവിക്കുന്നത്. നാം ഒരു പുഷ്പം വാങ്ങേണ്ടുന്ന ഷോപ്പിൽ കടന്നു പോയാൽ അവിടെ ആർട്ടിഫിഷ്യലായിട്ടും റിയലായിട്ടുമുള്ള പുഷ്പങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ലാതെ വണ്ണം രണ്ട് പുഷ്പങ്ങളും ഒരുപോലെയാണ് ഇരിക്കുന്നത്. തിരിച്ച് കാണുമ്പോൾ ഒന്നും തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത വണ്ണം ഒരുപോലെയാണ്. പക്ഷേ അതിനെ നാം പിടിച്ചു നോക്കുന്നുവെങ്കിൽ, മണത്തു നോക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നാം യഥാർത്ഥം നമുക്കറിയാം, യഥാർത്ഥ പുഷ്പം അത് കുറച്ച് കഴിയുമ്പോൾ വാടിപ്പോകും, അല്ലെങ്കിൽ അത് താഴെ വീണു പോകും. എന്നാൽ ആർട്ടിഫിഷ്യലായിട്ടുള്ളത് അതുപോലെ തന്നെ, കൃത്രിമമായിട്ടുള്ളത് അതുപോലെ തന്നെ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ. ദൈവം ആഗ്രഹിക്കുന്നത്, യെഹെസ്കേലിൻ്റെ ജീവിതത്തിൽ യെഹെസ്കേൽ കരയുന്ന അവസ്ഥയുണ്ട്. യെഹെസ്കേൽ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ചില വാട്ടത്തിൻ്റെ ദൈവം സംസാരിച്ച ഇസ്രായേൽ ഗൃഹത്തിൻ്റെ പാപങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവൻ ദൈവസന്നിധിയിൽ വളരെയധികം നുറുകുന്ന ഒരവസ്ഥയിലേക്ക്, വളരെയധികം പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുവാൻ ഇടയെത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയൊന്ന് കാണുവാൻ. ദൈവം യെഹെസ്കേലിനെ ആകാശത്തിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി, ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോയപ്പോൾ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ കാണുവാൻ തക്കവണ്ണം ഇടയെത്തീർന്നു. ദൈവത്തിൻ്റെ ദുഃഖം എത്ര വലുതാണ്, ദൈവത്തിൻ്റെ വേദന എത്ര വലുതാണ്. ദൈവം ആ ദുശാഠ്യമുള്ള ജനം, അല്ലെങ്കിൽ ദൈവം യഥാർത്ഥമായിട്ടും വിടുവിച്ചു കൊണ്ടുവന്ന ജനം, എത്ര വലിയൊരു സ്ലേവറിയിൽ നിന്നാണ് ദൈവം വിടുവിച്ചത്. ആ ജനം അവരുടെ മനസ്സ് തിരിഞ്ഞ് വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സ് തിരിഞ്ഞ് വീണ്ടും ബിംബത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അഹരോനോട് അവർ സംസാരിക്കുന്ന സമയത്ത് ദൈവം ബാബേലിൽ അവരെ വീണ്ടും പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ദൈവം തൻ്റെ ക്രോധത്തിൽ അരുളിച്ചതായി ദൈവവചനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ ക്രോധം മീൻസ് ദൈവം ക്രോധിക്കാതെ വണ്ണം, ദൈവം നമ്മെ എപ്പോഴും ദൈവത്തിനൊന്ന് ട്രസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം, നമ്മെ ഏൽപ്പിക്കുവാൻ, ഭരമേൽപ്പിക്കുവാൻ തക്കവണ്ണം, നാം യോഗ്യരായി തീരുവാൻ തക്കവണ്ണം, നമ്മുടെ അകത്തെ മനുഷ്യൻ എപ്പോഴും നിഷ്കളങ്കമായിരിക്കാൻ, നമ്മുടെ അകത്തെ മനുഷ്യൻ കളങ്കം അറ്റവരായിരിക്കാൻ തക്കവണ്ണം, അതുപോലെ നാം അങ്ങനെ കളങ്കമുള്ളവരെ കാണുമ്പോൾ ദൈവസന്നിധി നമുക്ക് മുഴങ്കാൽ മടക്കുവാൻ, നമ്മുടെ കരങ്ങളെ ഉയർത്തുവാൻ, ദൈവസന്നിധി ദൈവമേ ഒരു വിടുതൽ വേണമല്ലോ. യേശുവിനെ അനുഭവിച്ചവർ ലോകത്തിൻ്റെ പല ഭൂഖണ്ഡങ്ങളിലുമുള്ള പലരുമായി കണക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പല ഭൂഖണ്ഡങ്ങളിലുള്ളവർ അവർ ആരും കാണുന്നില്ല, ദൈവം പോലും കാണുന്നില്ല എന്നുള്ള സ്ഥിതിവിശേഷത്തിൽ ചെയ്യുന്ന മ്ലേച്ഛമായ കാര്യങ്ങൾ, ദൈവത്തെ അനുഭവിച്ചവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവത്തെ അനുഭവിച്ചു, ദൈവത്തെ അറിഞ്ഞു, പാപത്തിന് മരിച്ച് ജീവിക്കണമെന്ന് അറിഞ്ഞിട്ടും പാപത്തിൽ ജീവിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലുണ്ട്. അതുപോലെ യഥാർത്ഥമായും ദൈവത്തെ സ്നേഹിക്കേണ്ടുന്നതുപോലെ സ്നേഹിക്കണം. ദൈവം എത്ര ശ്രേഷ്ഠനാണ്. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ മുട്ടുമടക്കി പ്രാർത്ഥിച്ച വിഷയത്തിൽ വിടുതൽ കിട്ടി, അവരെ ദൈവം ഉയർത്തി അനുഗ്രഹിച്ചു. പക്ഷേ ആ സ്ഥിതിവിശേഷങ്ങൾ മറന്നുപോയി, ദൈവത്തിൽ നിന്നും വിട്ടുപോയി. യഥാർത്ഥമായ ആദ്യ സ്നേഹത്തിൽ നിന്നും നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ആദ്യ സ്നേഹം വിട്ടുപോയി. നീ എവിടെ വീണിരിക്കുന്നു, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ആ സഭയെ ഉപദേശിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുവാൻ സാധിക്കുന്നു. യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുമ്പോൾ ദൈവം സഭയോടാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ സഭയിലാണെങ്കിലും ചേരി പ്രദേശത്തുള്ള അനേകർ കടന്നു വരുന്നൊരു സഭയാണല്ലോ ഇത്. മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ട അനേകർ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഒരു ഇടമാണ്. ഈ സഭയിനകത്ത് കടന്നു വരുന്നവർ മുഴുവനും മയക്കുമരുന്നിനും മദ്യപാനത്തിനും അതുപോലെ മ്ലേച്ഛ ജീവിതം, പാപത്തിൽ അല്ലെങ്കിൽ വേശ്യാവൃത്തിയിൽ ജീവിതം അനുഭവിക്കുന്നതായ ജനമാണ് അവിടെ കടന്നു വരുന്നത്. പക്ഷേ അവിടെ ദൈവം അവരെ ശുദ്ധീകരിക്കുന്നു, ആ വചനം അവരെ ശുദ്ധീകരിക്കുന്നു. അല്ലെങ്കിൽ നാം അവരുടെ ചേരികളിൽ കടന്നു പോകുമ്പോൾ നാം പറയുന്ന വചനമാണ് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന മാതൃകയും ആ വചനവുമാണ് അവരുടെ ജീവിതത്തെ യഥാർത്ഥമായി രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മിലൂടെ കർത്താവിനെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, നാം ഒരു പ്രയോജനമുള്ള പാത്രമായി തീരുവാൻ തക്കവണ്ണം നാം ശുദ്ധിയുള്ളവരാണെങ്കിൽ ദൈവത്തിന് നമ്മെ വളരെ ഉപയോഗിക്കുവാൻ സാധിക്കും. ദൈവത്തിന് സമയാസമയം നമ്മെ ഉപയോഗിക്കുവാൻ സാധിക്കും. നമ്മെ യെഹെസ്കേൽ പ്രവചനത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ മുഴുവൻ നാം കാണും
കാണുമ്പോൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവർ അത് യഥാർത്ഥമായും ദൈവം പറഞ്ഞതുപോലെ ജീവിച്ചവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ത് നമ്മോട് ഇൻസ്ട്രക്ഷൻ തരുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ തരുന്ന അതേ ആ ഇൻസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ ദൈവം പറയുന്ന അതേ കാര്യങ്ങൾ പരിശുദ്ധാത്മ പറയുന്നത് പോലെ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലല്ല, നമ്മുടെ ആകുന്ന സമൂഹത്തിലും അത് കാണും. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നാം ആകുന്ന വ്യക്തിയിലും അതുപോലെ ആ സമൂഹത്തിൽ, നാം ആകുന്ന ഭവനത്തിൽ ദൈവം എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് ദൈവം ചെയ്തിരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യുവാൻ തക്കോണം നമ്മെ ദൈവം മാധ്യമമായി ഉപയോഗിക്കാൻ ഒരു ഭവനത്തിൽ ഒരുപക്ഷെ ഒരു വ്യക്തിയായിരിക്കാം ദൈവം കണ്ടിരിക്കുന്നത്, ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിയായിരിക്കും, ഒരുപക്ഷെ ഒരു തലമുറയിൽ. വചനത്തിലെല്ലാം കാണുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ചില തലമുറകളിൽ ദൈവം ചിലരെ മാത്രമേ കണ്ടുള്ളൂ. നോഹയുടെ തലമുറയിൽ നോഹ, അതുപോലെ അബ്രഹാമിൻ്റെ തലമുറയിൽ അബ്രഹാം മെസൊപ്പൊട്ടേമിയയിൽ അവൻ ഒരു വിഗ്രഹാരാധിയിരുന്ന സമയത്ത് ദൈവം അവനെ വിളിച്ച് വേർതിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഓരോ തലമുറയിലും ദൈവം യോസഫിൻ്റെ തലമുറയിൽ ദൈവം ഒരു വിടുതലായി കണ്ടത് യോസഫിനെയായിരുന്നു. മോശയുടെ തലമുറയിൽ ദൈവം മോശയെ ഉയർപ്പിക്കുവാൻ ഇടയായി തീർന്നു. മോശ ഒരു അടിമയായി പോകേണ്ട വ്യക്തിയാണ്. എബ്രാനിയായ അല്ലെങ്കിൽ എബ്രായനായ ആ മോശ ഒരു അടിമയായി ജീവിക്കേണ്ട വ്യക്തിയാണ്. പക്ഷെ അവനെ അടിമയായിട്ടല്ല ജീവിച്ചത്. കാരണം അവൻ്റെ തിരഞ്ഞെടുപ്പ് അതായിരുന്നു. നാം പാപത്തിന് അടിമയായി ജീവിക്കുവാനല്ല, നാം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെങ്കിൽ, നാം ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയെങ്കിൽ നാം ഒരിക്കലും പാപത്തിൽ ജീവിക്കുവാനല്ല, മിസ്രയീമിൻ്റെ അടിമയായി ജീവിക്കുവാൻ തക്കവണ്ണം ഒരു നിമിഷം പോലും മോശയ്ക്ക് ഇടയായി തീർന്നില്ല. അതിന് കാരണം അവൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും വ്യത്യസ്തമായിരുന്നു. നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട, യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാപത്തിന് അടിമയായി ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം ആ ദൈവരാജ്യത്തിൻ്റെ ആ റൂള് അല്ലെങ്കിൽ ആ യേശുവിനോട് കൂടെ ഭരിക്കേണ്ടുന്നവരാണ് നാം ഓരോരുത്തരും. യേശുവിനോട് കൂടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്നവരാണ് നാം. നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ദൈവവചനത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണാൻ സാധിക്കുമ്പോൾ ദൈവം ജനത്തെ സൃഷ്ടിച്ചപ്പോൾ അല്ലെങ്കിൽ ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ അവരെ പെരുകുവാൻ തന്നെ കൽപ്പിച്ചപ്പോൾ ദൈവം അവരോട് പറഞ്ഞത് ഭൂമിയെ അടക്കി വാഴുവാനാണ്. ഭൂമി ജനത്തെ അടക്കി വാഴുവാനല്ല, ഭൂമിയിലെ മ്ലേച്ഛതകൾ, ഭൂമിയിലെ പാപങ്ങൾ നമ്മെ അടക്കി വാഴുവാനല്ല, മറിച്ച് നാം അതിനെ അടക്കി വാഴുവാൻ തക്കണം. അത് നമ്മുടെ കാൽ കീഴാകുവാൻ, അത് നമ്മുടെ കാൽ കീഴിൽ ചവിട്ടി മെതിക്കപ്പെടുവാൻ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ, ഈ ലോകത്തിൻ്റെ പാപങ്ങൾ, ഈ ലോകത്തിൻ്റെ അനീതികൾ, ഈ ലോകത്തിൻ്റെതായ ചിന്തകൾ, ഈ ലോകത്തിൻ്റെ നടപ്പ്, ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സ് തിരിഞ്ഞ് മിസ്രയീമിലേക്ക് തിരിഞ്ഞിരുന്ന് ശരീരം മുന്നോട്ട് പോയ അവസ്ഥയല്ല, മറിച്ച് യഥാർത്ഥമായും നാം ഒരു പ്രാവശ്യം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചെങ്കിൽ നമ്മുടെ മനസ്സും മുന്നോട്ട് തന്നെ, നമ്മുടെ ഹൃദയം മുന്നോട്ട് തന്നെ, നമ്മുടെ ആത്മാവ് മുന്നോട്ട് തന്നെ, നാം വളർച്ച തന്നെ പ്രാപിച്ചു മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ഒരുക്കി ദൈവത്തിന് പ്രയോജനമുള്ളവരെ തീരുവാൻ തക്കവണ്ണം ഇവിടെയായിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് പല സന്ദർഭങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല സ്ഥലങ്ങളിലേക്ക് വ്യക്തതയോടെ ചില സ്ഥലങ്ങളിൽ ദൈവം വിലക്ക് കൽപ്പിക്കാറുണ്ട്. പോകരുത്, നാം പോകരുതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നത്തേതിലുള്ള തിക്ത അനുഭവങ്ങൾ ഭയങ്കരമായിരിക്കും. ദൈവം പറയുന്നത് നാം അതുപോലെ അനുസരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ഈ തലമുറയിൽ നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് ഒരിക്കലും അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുമ്പോഴും പഠിത്തമില്ലാത്ത സ്കൂളുകളിൽ ഒരിക്കലും പോകാതിരുന്ന പത്രോസിനെയും യോഹന്നാനെയും ദൈവം ധൈര്യത്തോടെ അല്ലെങ്കിൽ ജ്ഞാനത്തോടെ ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. അവരുടെ ജീവിതത്തിൽ അവരെ യഥാർത്ഥമായും ദൈവം പറഞ്ഞതുപോലെ ആദ്യത്തിൽ അവർ ഒരു അനുസരണക്കേടുണ്ടായിരുന്നു, അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ യേശുവിനെ വിട്ടുപോയ അവസ്ഥകളുണ്ട്, യേശു ആഗ്രഹിച്ച അളവിൽ വരാത്ത അവസ്ഥകളുണ്ട്. എന്നാൽ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി തീർന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായും ഏതുമായി തീരുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. ഈ തലമുറയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവിന് വേണ്ടി ഏറിയ പ്രയോജനമുള്ളവരായി തീരുവാൻ, ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മുടെ ജീവിതമായി തീരുവാൻ, നമ്മുടെ സ്വഭാവമായി തീരുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ അതേ സഹിഷ്ണുതയിൽ അല്ലെങ്കിൽ അതേ ജീവിത രീതിയിൽ നമ്മുടെ ഓരോ ദിവസവും ദൈവം നമ്മെ പരിശോധിക്കുകയാണ്. ആ പരിശോധനയെ നാം ഒരിക്കലും പരാജയപ്പെടരുത്. ഇസ്രായേൽ ജനം പിറുപിറുത്തതുപോലെ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ആവലാതിപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ദൈവം അവരുടെ ജീവിതത്തിൽ മത്സര ബുദ്ധിയോടെ ജീവിച്ചതുപോലെ നാം ഒരിക്കലും നമ്മുടെ പരിശോധനയിൽ ഓരോ നിമിഷവും പരിശോധനയുണ്ട്. ദൈവം
എങ്ങനെയാണ് പരിശോധിക്കുന്നത് നമുക്കറിയില്ല. പലപ്പോഴും നാം ചിന്തിക്കും, അയ്യോ ഇടുങ്ങിയ വഴിയിൽ വലിയ വേദനയാണ്, വലിയ പ്രയാസമാണ്, അല്ലെങ്കിൽ മാനസിക സംഘർഷമാണ്, ശാരീരിക വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ വല്ലാത്ത ദുഃഖങ്ങളുണ്ട്, വേദനയുണ്ട്. പക്ഷേ അതിലെല്ലാം നമുക്ക് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും നാം ദൈവത്തിന് മഹത്വം കരയേറ്റുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ അതേ അവസ്ഥകളിൽ, അല്ലെങ്കിൽ അതിലും കുറഞ്ഞ തീഷ്ണതയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അനേക ജനത്തിന് ഒരു കൈത്താങ്ങൽ ആകുവാൻ, അല്ലെങ്കിൽ അനേകർക്കൊന്ന് കുട പിടിച്ചു കൊടുക്കുവാൻ, ദൈവ വചനത്തിൻ്റെ കുട, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ ആ കുടയൊന്ന് പിടിച്ചു കൊടുക്കുവാൻ, അംബ്രല പിടിച്ചു കൊടുക്കുവാൻ എന്നൊക്കെ വേണം. പരിശുദ്ധാത്മാവിൻ്റെ ആ കുട കീഴിൽ, അല്ലെങ്കിൽ അവൻ്റെ ആ സാന്നിധ്യത്തിന് കീഴിൽ അനേകരെ ആക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വിളിക്കാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പല അനുഭവത്തിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഓരോ അനുഭവത്തിനും നാം ഒരിക്കലും തളർന്നു പോകരുത്. യെഹെസ്കേലിൻ്റെ പുസ്തകം നമുക്ക് സമയമുണ്ടെങ്കിൽ നാം വായിക്കുന്നുവെങ്കിൽ അത് നാം വായിക്കും, നമുക്ക് അറിയാൻ സാധിക്കും എത്ര തീഷ്ണമായ, എത്ര വേദനാജനകമായ ഓരോ അനുഭവത്തിലൂടെയാണ് ദൈവം കൊണ്ടുപോയത്. എന്തെല്ലാം കാര്യമാണ് ദൈവം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ആ വചനത്തിൻ്റെ നിയമം വിട്ട് അണ്ണുവിട മാറുവാൻ തന്നെ ഇടയയില്ല. ദൈവവചനത്തിൻ്റെ നിയമത്തെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിടുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്മാറുവാൻ തക്കവണ്ണം ഇടയാകാത്തതുകൊണ്ട് ആ 37 അധ്യായത്തിൽ നാം വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവിടെ അസ്ഥികൾ ജീവിക്കുവാൻ തുടങ്ങി. ഒരു വലിയ കൂട്ടം രബനഹത്തന ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തിൻ്റെ നിയമത്തെ അതുപോലെ പിന്തുടരുന്നുവെങ്കിൽ, ദൈവത്തെ അതുപോലെ അണുവിട മാറാതെ ദൈവത്തെ അതുപോലെ നാം അനുസരിക്കുന്നുവെങ്കിൽ, ഈ അന്ത്യതലമുറയിൽ പരിശുദ്ധാത്മാവ് നാം പറയുന്ന വചനം യെഹെസ്കേൽ ആ അസ്ഥിക്കൂമ്പാരത്തെ നോക്കി പ്രവചിച്ചപ്പോൾ ദൈവം അവനോട് കാണിച്ചു കൊടുത്തു, ഇത് ജീവിക്കുമെന്ന് ചോദിച്ചു. ദൈവം നീ അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു. അതിനോട് പ്രവചിക്കുക, അതിനോട് വചനം പറയുക എന്ന് പറഞ്ഞപ്പോൾ, ആ വചനം പറഞ്ഞപ്പോൾ അസ്ഥിക്കൂമ്പാരങ്ങൾ ഒരു വലിയ സേനയായി അവൻ്റെ മുൻപാകെ അവൻ തനിയാണ് താഴ്വാരത്തിലേക്ക് പോയത്. അവൻ തനിയാണ് വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നുപോയത്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ആ അവസ്ഥയിലും ദൈവം അവനെ ആ താഴ്വാരത്തിൽ ഒരു വലിയ സേന അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ആക്കി തീർക്കുവാൻ ഇടയെത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ഉണർവിൻ്റെ കൊടുങ്കാറ്റായി മാറുവാൻ തക്കവണ്ണം റിബാനകഹത്തനാരക ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഒരു ഉണർവായി ജീവിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം, ദൈവത്തിന് ഹിതമുള്ളവരായി തീരുവാൻ തക്കവണ്ണം അറബനഹത്തനാരക ഈ അന്ത്യകാലത്ത് യെഹെസ്കേൽ അവൻ അനുഭവിച്ചു, അല്ലെങ്കിൽ അവൻ അനുസരിച്ചു വന്ന വചനം, അല്ലെങ്കിൽ അവൻ അണുവിടം മാറാതെ ദൈവത്തെ പൂർണ്ണതയോടെ അനുസരിച്ചതുകൊണ്ട് അവൻ്റെ മുൻപിൽ അവൻ സംസാരിച്ച വചനം മുഖാന്തരം ഒരു വലിയ സേന എഴുന്നേൽക്കുവാൻ, ഒരു വലിയ കൊയ്ത്തുണ്ടാകുവാൻ, ഒരു വലിയ ജനം ആത്മീകമായി മരിച്ചു കിടന്ന അനേകർ എഴുന്നേൽക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ ദൈവപ്രവൃത്തി വരുവാൻ ഇടയായി തീർന്നുവെങ്കിൽ, ഈ അന്ത്യകാലത്ത് പരിശുദ്ധ നമ്മെക്കുറിച്ച് ആഗ്രഹം നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, ദൈവഹിതപ്രകാരം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ഒരു വലിയ ഉണർവിൻ്റെ കൊടുങ്കാറ്റ് ദേശങ്ങളിൽ ആളിപ്പടരുവാൻ തക്കവണ്ണം ഇടയായി തീരും. റീബാന ഹത്തന രഗതകല ഇവിടെയാണെങ്കിലും ഈ പാകിസ്ഥാൻ ബോർഡറിലാണ് പരിശുദ്ധം ഓരോ ദിവസവും ഓരോ ജനങ്ങളെ എത്രയാണ് ഒരുക്കിക്കൊണ്ടുവരുന്നത്. പാപത്തെ വിട്ടുകളഞ്ഞ്, മ്ലേച്ഛതകളെ വിട്ടുകളഞ്ഞ്, അശുദ്ധിയെ വിട്ടുകളഞ്ഞ്, അവരുടെ ജീവിതത്തിൻ്റെതായ നീചമായ അവസ്ഥകളെ വിട്ടുകളഞ്ഞ് യഥാർത്ഥമായും വചനത്തിൽ ഒരുക്കപ്പെടുവാൻ, വചനപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ഭിക്ഷയാചിച്ചും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അനേകർ ഇന്ന് ഒരു വലിയ കൂട്ടമായി ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. റീബാന ഹത്തന രഗതകല ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി, അന്ത്യകാല ഉണർവിന് വേണ്ടി, യഥാർത്ഥമായും ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. റീഖാനബ രഗതകല ജനബന രഗതകല ഓറബന രഗതകല हमदना रेगदगल पवित्र पवित्र परमेश्वर यीशु मसीह जी हम आपके पवित्र चरणों में आते परमेश्वर, ये परमेश्वर अद्भुत परमेश्वर, हालेलुया आपके वचनों के लिए धन्यवाद देते परमेश्वर। रिखाना रेगदगला प्रभु जी आप वचन है परमेश्वर, के वचन के अनुसार मेरे जिंदगियों का समर्पण करते परमेश्वर। अरे बने हते परमेश्वर डालस प्रेयर लाइन के लिए परमेश्वर, है रोम प्रेयर लाइन के लिए प्रार्थना करते प्रभु जी। आपके परमेश्वर भक्त लोगों के लिए धन्यवाद देना चाहते परमेश्वर। रिखाना रेगदगला प्रभु जी हम लोग एक अंतिम समय पर पहुंच गए परमेश्वर। दुनिया परमेश्वर आखिरी समय की तरह से दौड़ रहा है परमेश्वर। रिबा सतुराने का परमेश्वर हमारे सामने परमेश्वर दिन बहुत कम है परमेश्वर। रिखाने का प्रभु ने हमको दिया हुआ परमेश्वर दिन परमेश्वर भाई भक्ति के साथ, प्रभु के डर के साथ आगे बढ़ने के लिए परमेश्वर हमारे जिंदगियों में आशीष दीजिए प्रभु जी। परमेश्वर हमारा प्रार्थना है परमेश्वर वैसे प्रभु जी हालेलुया। रबन हतना रेगदगल परमेश्वर के वचन को परमेश्वर के भक्त लोगों ने कैसे मान कर चला, वैसे हम भी
परमेश्वर को वचन को मानकर परमेश्वर के वचन के अनुसार हमारे जिंदगियों को बिताने के लिए प्रभु जी हालेलुया। परमेश्वर नाश होने वाला ये दुनिया में परमेश्वर यीशु मसीह हालेलुया बहुत सारे लोगों को वचन के परमेश्वर हालेलुया भेदों को बेदाने वाले मान के लिए परमेश्वर आशीष दिए। परमेश्वर आपके दास पास्टर जोसेफ के लिए प्रभु जी और आपके भक्त दासों के लिए, दासी लोगों के लिए, बच्चे लोगों के लिए, हर एक के लिए प्रार्थना करते प्रभु जी। हर एक के जीवनों में यीशु के नाम पर आशीष दे दे प्रभु जी। रब सतुराने करेगा दगले प्रभु जी। परमेश्वर या आखिरी समय की सेवकाई के लिए हर एक को हाथों में उठाने के लिए प्रभु जी हालेलुया बहुत बड़ा बिदारी के लिए, दुनिया के एक बहुत बड़ा बिदारी के लिए प्रभु हम सबको भी उपयोगित करने के लिए प्रार्थना करते। परमेश्वर के वचन सच्चाई में हमारे भीतर परमेश्वर हालेलुया गहराइयों में जाकर परमेश्वर हालेलुया हमारे मन से परमेश्वर आपके पीछे चलने वाले, आप हमारे आत्मा से, हमारे सोचों से आपके पीछे चलने वाले बनने के लिए हर एक जीवनों में आशीष देगा। पिता पुत्र पवित्र आत्मा के नाम पर हर एक को आशीष देगा। प्रार्थना हमारे उद्धार करते यीशु मसीह के पवित्र नाम से आमीन आमीन।